ഏത് മത്സര പരീക്ഷകൾക്കും ഇപ്പോൾ നമ്മുടെ വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതുപോലെ 10th പ്രിലിമിനറി, ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും ഇംഗ്ലീഷ് എന്നുള്ള വിഷയമില്ലേ, ഇംഗ്ലീഷ് എന്നുള്ള വിഷയത്തിൽ നിന്ന് നമുക്ക് ഒന്നുകിൽ 10 മാർക്കിന് അല്ലെങ്കിൽ 20 മാർക്കിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അത് കാരണം തന്നെ നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകളാണിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഇംഗ്ലീഷിൽ പ്രധാനമായും 4 ടൈപ്പ് സെൻറ്റൻസുകളാണ് ഉള്ളത്. ഒന്നാമത്തെയാണ് ഡിക്ലറേറ്റീവ്, രണ്ടാമത്തെ ഇൻ്ററഗേറ്റീവ്, മൂന്നാമത്തെ ഇമ്പരേറ്റീവ്, നാലാമത്തെ എക്സ്ക്ലമേറ്ററി. ഇനി ആദ്യത്തെ നോക്കാം, ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഒരു പ്രസ്താവനയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കഴിയുന്ന ഒരു കാര്യത്തെ സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോൾ അത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഹി പ്ലേസ് പിയാനോ. നെക്സ്റ്റ്, ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസസ്. ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങളെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളെയാണ് ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഈ ഈ സെൻറ്റൻസ് അവസാനിക്കുന്നത് ഒരു ചോദ്യചിഹ്നത്തിലായിരിക്കും. എക്സാമ്പിൾ, വാട്ട് ഈസ് യുവർ നെയിം. തേർഡ് വൺ, ഇമ്പരേറ്റീവ് സെൻറ്റൻസസ്. ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യൂസ്ഡ് ടു മേക്ക് എ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ് ഓർ വിഷ്. നമ്മൾ ഒരു കമാൻഡ് ആജ്ഞാപിക്കുകയോ അതല്ലെങ്കിൽ ആരോടെങ്കിലും എന്ത് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം പറയാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ നമ്മൾ എന്ത് പറയുക, ഇമ്പരേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയാം കേട്ടോ. എക്സാമ്പിൾ, ഓപ്പൺ ദ ഡോർ. ലാസ്റ്റ് വണ്ണാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോങ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊണ്ടാണ് ഈ സെൻറ്റൻസ് അവസാനിക്കുന്നത്. എക്സ്ക്ലമേറ്ററി മാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ അതിയായ സന്തോഷം സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം അത് സൂചിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ സ്ട്രോങ് ഇമോഷൻസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളാണ് ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സാമ്പിൾ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ഭാഗം പറയാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.